തിരുവനന്തപുരം സ്വദേശികളുടെ മൃതദേഹം സംസ്കരിച്ചു. ഉഴമലക്കൽ സ്വദേശി അരുൺ ബാബുവിൻ്റെയും വർക്കല ഇടവ സ്വദേശി ശ്രീജേഷിൻ്റെയും മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത്. കുടുംബ വീടായ ഉഴമലക്കൽ കുരിയാത്തയിലായിരുന്നു അരുൺ ബാബുവിൻ്റെ സംസ്കാരം. വർക്കലയിലെ കുടുംബ വീട്ടിലായിരുന്നു ശ്രീജേഷിൻ്റെ സംസ്കാര ചടങ്ങുകൾ. സർക്കാർ പ്രതിനിധിയെ കളക്ടർ ജെറോമിക് ജോർജും വർക്കല MLA വി ജോയിയും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. അഖിൽ ഷാ അൻസാർ, അഖിൽ രണ്ടുപേരും നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവരായിരുന്നു. നാട്ടിൽ ലീവിനൊക്കെ വരുമ്പോൾ നാട്ടിലെ സജീവ സാന്നിധ്യങ്ങളായിരുന്നു. ഏത് രീതിയിലാണ് കൂട്ടുകാർക്ക് അല്ലെങ്കിൽ നാട്ടുകാർ പ്രിയപ്പെട്ടവർക്ക് യാത്രയയപ്പ് നൽകിയത്? അഖിൽ, ഹഷ്മി, വലിയ വികാരഭരിതമായ നിമിഷങ്ങളായിരുന്നു വർക്കലയിലും അതുപോലെ തന്നെ ഉഴമലക്കലിലും നടന്നത്. നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുമാണ്. ഈ മരിച്ച രണ്ടുപേരുടെയും സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, നാട്ടുകാരൊക്കെ വലിയ രീതിയിൽ ഒരു നോക്ക് അവസാനമായി കാണാനായി ഈ വീടുകളിൽ, കുടുംബ വീട്ടിലും അതുപോലെ തന്നെ ഈ പൊതുദർശനത്തിനുണ്ടായിരുന്ന മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ഒരുമിച്ച് കൂടിയിരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഏറ്റവും പ്രധാനമായും ഈ വർക്കല ഇടവ സ്വദേശിയായ ശ്രീജേഷ് ഈ ജൂൺ 6-നാണ് കുവൈറ്റിലേക്ക് പോകുന്നതെന്നുള്ളതാണ് നാട്ടുകാരുൾപ്പെടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശ്രീജേഷിൻ്റെ മരണം ഒട്ടും അങ്ങോട്ട് ആദ്യം നാട്ടുകാർക്കും അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഏതാണ്ട് 5 വർഷം മുമ്പാണ് ഈ പ്രവാസി ജീവിതം ശ്രീജേഷ് ആരംഭിക്കുന്നത്. അതിന് പിന്നാലെ നാട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തിരുന്നു. ശ്രീജേഷിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഒരു വീട് നിർമ്മിക്കുക, അതിലേക്ക് കയറി താമസിക്കുക എന്നുള്ളൊരു സ്വപ്നവുമായാണ് ശ്രീജേഷ് ജൂൺ 6-ന് കുവൈറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ നാട്ടുകാരോടും അതുപോലെ സുഹൃത്തുക്കളോടൊപ്പം ഒക്കെ പറഞ്ഞിരുന്നൊരു കാര്യം, ഇത്തരത്തിൽ ഇനി തിരിച്ചു വരുമ്പോൾ ഈ വീട് പൂർത്തിയാക്കാനായിരിക്കും ഇനി വർക്കലയിലേക്ക് തിരിച്ചു വരുന്നെന്നുള്ളതാണ് ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ ശ്രീജേഷ് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനയോടുകൂടി സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഉള്ളവർ പറയുന്നത്. ഈ മരണവാർത്ത ഇന്നലെ രാത്രി വൈകിയാണ് ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ അറിയുന്നത്. ഈ മരണവാർത്ത അറിയുമ്പോൾ പോലും നാട്ടുകാർ ഒട്ടും വിശ്വസിച്ചിരുന്നില്ല. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ നാട്ടിലും അതുപോലെ തന്നെ നാട്ടിലെ ജംഗ്ഷനിലുമൊക്കെ ശ്രീജേഷ് ഉണ്ടായിരുന്നു, കൂട്ടുകാരോട് സംസാരിച്ചിരുന്നു, ബന്ധുക്കളോടൊക്കെ സംസാരിച്ചിരുന്നു. പെട്ടെന്ന് ഇത്തരത്തിൽ വിദേശത്ത് വെച്ച് അവിടെ ഒരു ദുരന്തത്തിൽ ശ്രീജേഷ് മരിക്കുന്നു എന്നുള്ളൊരു വാർത്ത വളരെ നടുക്കത്തോടു കൂടിയാണ് നാട്ടുകാർ കേട്ടത്. അതിൻ്റെ കണ്ണീരാണെന്ന് നമ്മൾ വർക്കലയിൽ കണ്ടതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. ഈ ശ്രീജേഷിന് ആകെയുള്ളതൊരു സഹോദരിയാണ്. കാര്യം അമ്മ വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയി. പിന്നെ ഉണ്ടായിരുന്നത് അച്ഛനാണ്. അച്ഛന് ചില മാനസിക പ്രശ്നങ്ങളൊക്കെ തന്നെ അച്ഛനുണ്ടായിരുന്നു. 1 വർഷം മുമ്പ് അച്ഛനെ കാണാതെയായി. അതിൻ്റെ പേരിൽ അയിരൂർ പോലീസിൽ ഒരു പരാതി ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആകെ ഉണ്ടായിരുന്ന ഒരു സഹോദരി മാത്രമാണ്. എന്തായാലും വർക്കല ഇടവയിലെ കുടുംബ വീട്ടിലെത്തിച്ച് ഈ സംസ്കാര ചടങ്ങുകൾ കുറച്ച് സമയം മുൻപാണ് പൂർത്തിയാക്കിയത്. സഹോദരിയുടെ ഭർത്താവ് രാജേഷാണ് ഈ ശ്രീജേഷിൻ്റെ സംസ്കാര ചടങ്ങുകൾ, അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത്. മറ്റൊരു വേദന എന്ന് പറയുന്നത് ഈ ഉഴമലക്കൽ സ്വദേശി അരുൺ ബാബുവിൻ്റെ വിയോഗമാണ്. അതും ആ നാടിനെ ആകെ സങ്കടത്തിലാക്കിയാണ്. നാട്ടിൽ സജീവമായിരുന്നു അരുൺ ബാബു. അവധിക്ക് അല്ലെങ്കിൽ ലീവിന് നാട്ടിലെത്തുമ്പോഴൊക്കെ വലിയ സജീവമായി നാട്ടുകാരോടും അതുപോലെ തന്നെ സുഹൃത്തുക്കളോടുമൊക്കെ നല്ല രീതിയിൽ ഇടപഴകിയിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് മരിച്ചു എന്ന ഒരു വാർത്ത അത് വരുമ്പോൾ വലിയ വേദനയോടുകൂടിയാണ് നാട്ടുകാർ അതിനെ സ്വീകരിച്ചതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടത്. പാവപ്പെട്ടവരാണ്, സാധാരണക്കാരാണ്, എല്ലാവരും സാധാരണക്കാരാണ്. നാട്ടിലൊക്കെ ഇറങ്ങി മണ്ണിൽ തൊട്ട് ജീവിച്ച മനുഷ്യരാണ്. അപ്പോൾ സ്വാഭാവികമായും നാട്ടുകാരുമായിട്ടൊക്കെ വലിയ ബോണ്ട്, വലിയ ഹൃദയബന്ധം ഇവർക്കൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഓരോരുത്തരുടെ കാര്യം ഇവിടെ നോക്കിയാലും ഇവർക്കൊക്കെയും അതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിലുണ്ടാക്കുന്ന ഷോക്ക്, ആ ട്രോമ ചെറുതല്ല.